ഹായ് ഫ്രണ്ട്സ്, ഹോപ്സിന്റെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വരും പരീക്ഷകളിൽ PSC ചോദിക്കാൻ സാധ്യത കൂടുതലായ ആനുകാലിക സംഭവങ്ങളാണ്. തുടർന്നും കൂടുതൽ ക്ലാസ്സുകൾ ലഭിക്കുന്നതിനായി നമ്മളുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മളിടുന്ന വീഡിയോസ് മിസ്സാവാതിരിക്കാനായിട്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യുക. ഫുട്ബോൾ കരിയറിൽ 900 ഗോളുകൾ നേടുന്ന ആദ്യ താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. 2006, 2010, 2014, 2018, 2022 എന്നിങ്ങനെ 5 ലോകകപ്പിൽ തുടർച്ചയായി ഗോൾ നേടുന്ന ആദ്യ പുരുഷ താരം. ലോകകപ്പിൽ ക്രിസ്ത്യാനോയുടെ ആകെ ഗോൾ നേട്ടം നിലവിൽ 8 ആണ്. നിലവിൽ കളിക്കുന്ന ഫുട്ബോൾ താരങ്ങളിൽ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര ഗോളുകൾ നേടിയ താരം. പ്രൊഫഷണൽ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം. അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങളിൽ 100 ഗോൾ തികയ്ക്കുന്ന ആദ്യ യൂറോപ്യനും രണ്ടാമത്തെ വ്യക്തിയുമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. അന്താരാഷ്ട്ര ഫുട്ബോളിൽ 10 ഹാട്രിക് നേടിയ ആദ്യ പുരുഷ താരം. 5 തവണ ബാലൻഡിയോർ പുരസ്കാരം ലഭിച്ച ഫുട്ബോൾ താരം. 2008, 2013, 2014, 2016, 2017. 4 തവണ യൂറോപ്യൻ ഗോൾഡൻ ബൂട്ട് അവാർഡും നേടിയിട്ടുണ്ട്. 2007, 2008, 2010, 11, 2013, 14, 2014, 2015. MD വാസുദേവൻ നായർക്കുള്ള ആദര സൂചകമായി അദ്ദേഹത്തിന്റെ കൃതികളെ ആസ്പദമാക്കി തയ്യാറാക്കിയ ലൈറ്റ് ആൻഡ് സൗണ്ട് നാടകമാണ് തുടർച്ച. നോവലിസ്റ്റ്, തിരക്കഥാകൃത്ത്, ചലച്ചിത്ര സംവിധായകൻ, സാഹിത്യകാരൻ, നാടകകൃത്ത് എന്നീ നിലകളിൽ പ്രശസ്തനായ മലയാളിയാണ് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന MD വാസുദേവൻ നായർ. 1995 ഭാരതത്തിലെ സാഹിത്യരംഗത്തെ ഏറ്റവും ഉയർന്ന പുരസ്കാരമായ ജ്ഞാനപീഠം ലഭിച്ചു. 2005 MDയെ പത്മഭൂഷൺ ബഹുമതി നൽകി രാഷ്ട്രം ആദരിച്ചു. 2013 കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നൽകി. പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമായ പ്രഥമ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചു. 1986 കേരള സാഹിത്യ അക്കാദമി അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചു. നിർമാല്യം എന്ന ചിത്രത്തിന് 1973 മികച്ച ചലച്ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു. 1990 ഒരു വടക്കൻ വീരഗാഥ, 1992 കടവ്, 1993 സതയം, 1995 പരിണയം എന്നീ ചിത്രങ്ങൾക്ക് മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചു. പ്രധാന നോവലുകളാണ് മഞ്ഞ്, നാലുകെട്ട്, അസുരവിത്ത്, വിലാപയാത്ര, ഇരുട്ടിന്റെ ആത്മാവ്, ഓളവും തീരവും, കുട്ടിയേട്ടത്തി, വാരിക്കുഴി, പതനം, ബന്ധനം എന്നിവ അദ്ദേഹത്തിന്റെ കഥകളാണ്. നിലവിൽ കേരളത്തിൽ നിന്നും ജോർജ് കുര്യൻ, സുരേഷ് ഗോപി എന്നിവർ 2 സഹമന്ത്രിമാരായി കേന്ദ്രമന്ത്രിസഭയിൽ തുടരുന്നു. നിലവിൽ 2024 ജൂൺ 9 മുതൽ 3ാം മോദി മന്ത്രിസഭയിലെ ഫിഷറീസ്, മൃഗസംരക്ഷണം, ക്ഷീര ന്യൂനപക്ഷകാര്യ വകുപ്പുകളുടെ സഹമന്ത്രിയായി ജോർജ് കുര്യൻ തുടരുന്നു. മുമ്പ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാനും അന്നത്തെ റെയിൽവേ സഹമന്ത്രി O. രാജഗോപാലിന്റെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയായും സേവനമനുഷ്ഠിച്ചിരുന്നു. 2024 ഓഗസ്റ്റ് 27 മധ്യപ്രദേശിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു. 2024 ജൂൺ 9 മുതൽ 3ാം മോദി മന്ത്രിസഭയിൽ പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം വകുപ്പുകളുടെ ചുമതലയുള്ള സഹമന്ത്രിയായി സുരേഷ് ഗോപി തുടരുന്നു. തൃശൂരിൽ നിന്നുള്ള ലോക്സഭാ അംഗമാണ്. 2016 മുതൽ 2021 വരെ രാഷ്ട്രപതിയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായിരുന്നു. 17ാമത് പാരാലിമ്പിക്സ് 2024 വേദിയായ രാജ്യം പാരീസ്. ഇന്ത്യയുടെ സ്ഥാനം 18. 29 മെഡലുകളുമായി ചരിത്രം കുറിച്ച് ഇന്ത്യ. 7 സ്വർണം, 9 വെള്ളി, 13 വെങ്കലം. ഇന്ത്യക്കായി സ്വർണം നേടിയവർ അവനി ലേഖര ഷൂട്ടിംഗ്, നിതീഷ് കുമാർ ബാഡ്മിന്റൺ, സുമിത് ആൻഡിൽ അത്ലറ്റിക്സ്, ഹർവീന്ദർ സിംഗ് ആർച്ചറി, ധരംവീർ അത്ലറ്റിക്സ്, നവദീപ് സിംഗ് അത്ലറ്റിക്സ്, പ്രവീൺ കുമാർ അത്ലറ്റിക്സ്. 94 സ്വർണം, 76 വെള്ളി, 50 വെങ്കലം എന്നിങ്ങനെ 220 മെഡലുകളുമായി ചൈന 1ാം സ്ഥാനത്തും 49 സ്വർണം, 44 വെള്ളി, 31 വെങ്കലം എന്നിവ നേടി ആകെ 124 മെഡലുകളുമായി ബ്രിട്ടൻ 2ാം സ്ഥാനത്തും
105 മെഡലുകളുമായി US മൂന്നാം സ്ഥാനത്തുമെത്തി. 36 സ്വർണം, 42 വെള്ളി, 27 വെങ്കലം എന്നിവയാണ് US സ്വന്തമാക്കിയത്. സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ചത് പാരാ ആർച്ചറി താരം ഹർബീന്ദർ സിംഗും പാരാ അത്ലറ്റിക് താരം പ്രീതി പാലുമാണ്. 2028 വേദി ലോസ് ഏഞ്ചൽസ് USA. 2024 ടെന്നീസ് ഗ്രാൻഡ് സ്ലാം കിരീടം. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺസിൽ പുരുഷ വിഭാഗം ജേതാവ് ഇറ്റലിയുടെ ജാനിക് സിന്നറാണ്. ഇദ്ദേഹത്തിന്റെ ആദ്യ ഗ്രാൻഡ് സ്ലാം കിരീടമാണിത്. റണ്ണറപ്പ് റഷ്യയുടെ ഡാനിയൽ മെദ്വദേവ്. വനിതാ വിഭാഗം വിന്നർ ബെലാറസ് അരീന സെബലങ്കയാണ്. റണ്ണറപ്പ് സെങ് ക്വീൻ വൺ ചൈന. 2024 പുരുഷ വിഭാഗം ഡബിൾസിൽ ഇന്ത്യയുടെ രോഹൻ ബൊപ്പണ്ണ ഓസ്ട്രേലിയൻ താരം മാത്യു എബ്ഡൻ സഖ്യം സ്വന്തമാക്കി. ഏറ്റവും പ്രായം കൂടിയ ഗ്രാൻഡ് സ്ലാം കിരീട ജേതാവാണ് രോഹൻ ബൊപ്പണ്ണ. റണ്ണറപ്പ് ആയത് ഇറ്റലിക്കാരായിട്ടുള്ള സിമോൺ ബൊലെല്ലി, ആൻഡോ വാവസോരി എന്നിവരാണ്. വനിതാ വിഭാഗം ഡബിൾസിൽ തായ്വാന്റെ ഹസീക് സുവേയ് ബെൽജിയം എലിസ് മെർട്ടൻസ് സഖ്യം സ്വന്തമാക്കി. മിക്സഡ് ഡബിൾസിൽ ഹസീക് സുവേയും ജാൻ സിലിൻസ്കിയും സ്വന്തമാക്കി. 2024 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് ടെന്നീസ് കിരീടം സ്പെയിനിന്റെ കാർലോസ് അൽക്കാരസ് സ്വന്തമാക്കി. ഇത് ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ ഫ്രഞ്ച് ഓപ്പൺ കിരീടവും മൊത്തത്തിൽ മൂന്നാമത്തെ പ്രധാന കിരീടവുമാണ്. റണ്ണറപ്പ് അലക്സാണ്ടർ സ്വരേവ്. വനിതാ വിഭാഗം ഇഗ സ്വിയാടെക് സ്വന്തമാക്കി. പോളണ്ടുകാരിയായിട്ടുള്ള ഇഗ ഫ്രഞ്ച് ഓപ്പണിൽ 4ാം കിരീടമാണ് നേടുന്നത്. പുരുഷ വിഭാഗം ഡബിൾസിൽ സാൽവഡോറിന്റെ മാർസെലോ അരേവലോ മേറ്റ് പവിച്ച് സഖ്യം സ്വന്തമാക്കി. റണ്ണറപ്പ് സിമോൺ ബൊലെല്ലി, ആൻഡ്രിയ വാവസോരി. വനിതാ വിഭാഗം ഡബിൾസ് അമേരിക്കയുടെ കൊക്കോ ഗൌഫും കാറ്ററീന സിനിയാക്കോവയും സ്വന്തമാക്കി. ഗൌഫിന്റെ ആദ്യ പ്രധാന വനിതാ ഡബിൾസ് കിരീടവും സിനിയാക്കോവയുടെ 8ാം കിരീടവുമാണിത്. മിക്സഡ് ഡബിൾസ് 2024 ഫ്രഞ്ച് ഓപ്പണിലെ മിക്സഡ് ഡബിൾസ് ടെന്നീസ് കിരീടം ലോറ സിഗമെൻഡോവും എഡ്വേർഡ് റോജൻ വാസലിനും സ്വന്തമാക്കി. 2005 ഫാബ്രിക് സാൻഡറോയ്ക്ക് ശേഷം മിക്സഡ് ഡബിൾസിൽ കിരീടം നേടുന്ന ആദ്യ ഫ്രഞ്ച് താരമായി റോജൻ വാസലിൻ മാറി. വിംബിൾഡൺ പുരുഷ വിഭാഗം ജേതാവ് സ്പെയിനിന്റെ കാർലോസ് അൽക്കാരസ് ആണ്. റണ്ണറപ്പ് നൊവാക് ജോക്കോവിച്ച്. വനിതാ വിഭാഗം ജേതാവ് ബാർബോറ ക്രെജിക്കോവ, ചെക്ക് റിപ്പബ്ലിക്. പുരുഷ വിഭാഗം ഡബിൾസ് ഹാരി ഹെലിയോവറ, ഹെൻറി പാറ്റേൺ സഖ്യം സ്വന്തമാക്കി. വനിതാ വിഭാഗം ഡബിൾസ് ചെക്ക് റിപ്പബ്ലിക്കിന്റെ കാതറീന സിനിയാക്കോവ, US-ന്റെ ടെയ്ലർ ടൗൺസൺ സഖ്യം വിജയികളായി. വിംബിൾഡൺ മിക്സഡ് ഡബിൾസിൽ തായ്വാന്റെ ഹിസി സുവേയ്, പോളണ്ടിന്റെ ജാൻ സിലിൻസ്കി മിക്സഡ് ഡബിൾസ് കിരീടം നേടി. US ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് ഇറ്റലിയുടെ ജാനിക് സിന്നറാണ്. US ഓപ്പൺ സിംഗിൾസ് കിരീടം നേടുന്ന ആദ്യ ഇറ്റാലിയൻ താരവും ഓപ്പൺ എയറിൽ ഒന്നിലധികം പ്രധാന കിരീടങ്ങൾ നേടുന്ന ആദ്യ ഇറ്റാലിയൻ താരവുമായി സിന്നർ മാറി. വനിതാ വിഭാഗം എ സെബലങ്ക, ബെലാറസ്. പുരുഷ വിഭാഗം ഡബിൾസ് മാക്സ് പാഴ്സൽ ഓസ്ട്രേലിയൻ, ജെ തോംസൺ ഓസ്ട്രേലിയ. വനിതാ വിഭാഗം ഡബിൾസിൽ കിഡ്സ് റോക്ക്, ഓസ്റ്റ പെങ്കോ എന്നിവർ സ്വന്തമാക്കി. മിക്സഡ് ഡബിൾസിൽ US ഓപ്പൺ 2024 മിക്സഡ് ഡബിൾസ് കിരീടം ഇറ്റലിക്കാരായ സാറ എറാനി, ആൻഡ്രിയ വാവസോറി എന്നിവർ നേടി.